തീയൊന്നും കത്തിച്ചിട്ടില്ലേ, ഉള്ളിയൊന്നും സൗണ്ട്. അതൊരു കഴിവാണ്, അതൊരു കഴിവാണ്. എന്താ ഉണ്ടാക്കണേ? മന്തിയ? മന്തിക്ക് ക്യാപ്സിക്കം ഇടും നിങ്ങള്? നിങ്ങളെ സ്റ്റൈലല്ലേ? അടിപൊളി മന്തിൻ്റെ വീഡിയോ നോക്കുക. ഇവിടെ ചിക്കന് മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് എത്ര ചിക്കൻ ഉണ്ട്? നിങ്ങളെ മസാലകളൊന്നും പറഞ്ഞല്ലോ. മസാല ഷെഫ് സീക്രട്ടാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു നമ്മൾ ആദ്യമായിട്ട് ഉള്ളി വാട്ടിക്കൊണ്ടിരിക്കണം. അതേപോലെ ഇങ്ങനെ ഇളക്കി കൂട്ടണം ഉള്ളി. അടുത്തതായിട്ട് ഷെഫ് കട്ട് ചെയ്യുന്നത് വെളുത്തുള്ളിയാണ്. മന്തിൻ്റെ അരി അരമണിക്കൂർ മുന്നേ കഴുകി വെള്ളത്തിട്ടേക്കണം. അടുത്തതായിട്ട് ഞങ്ങൾ ഇട്ടുകൊണ്ട് ക്യാപ്സിക്കം ഇട്ടു. കുറച്ച് പട്ട, ഗ്രാമ്പു, ഏലക്ക ഇങ്ങനെയുള്ള സാധനങ്ങൾ ഇടണം. മല്ലി, പച്ചമല്ലി ആവശ്യത്തിനനുസരിച്ച്, കുരുമുളക് ആവശ്യത്തിന്, ഏലക്ക ആവശ്യത്തിന്, ജീരകം, ചെറിയ ജീരകം. എന്താ 6 ഗ്ലാസ് അരി സാറാ? 6 ഗ്ലാസ് അരിക്ക് എത്ര ഗ്ലാസ് വെള്ളം? 9 ഗ്ലാസ് വെള്ളം. ഒരു ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്നാണ് നമ്മളെ കണക്ക്. ഉപ്പ് ആവശ്യത്തിന്. അടുത്തത് ടേസ്റ്റ് നോക്കുക. ഓയിലടിച്ച് മൂടുക. എന്നിട്ട് ചെറിയ രീതിയിൽ കത്തിക്കൊണ്ടിരിക്കുന്നത് അലുമിനിയം ഫോയിൽ ഓട്ടയാക്കി കൊടുക്കുക. മാഗ്നേറ്റ് ചെയ്ത ചിക്കന് അതുപോലെ അതിൻ്റെ മേലെ വെക്കുന്നു. അതിലുള്ള മസാലകളൊക്കെ അതിൻ്റെ മേലെ ഒഴിച്ചു കൊടുക്കുന്നു. ആദ്യത്തെ പോയി മേലെ വീണ്ടും അലുമിനിയം ഫോയിൽ കൊണ്ട് ഇങ്ങനെ മൂടുക. ഡയമണ്ട് അപ്പോൾ ഷെഫ് പറയുന്നത് ഓയിൽ വാങ്ങുമ്പോൾ ഡയമണ്ടിൻ്റെ ഓയിൽ വാങ്ങിക്കോളി എന്നാണ് പറയുന്നത്. കനുള്ളത്. ഷെഫിന് ഇത് എത്ര സമയം വെക്കണം? 45 മിനിറ്റ്. 45 മിനിറ്റ്. അറിയാത്തവർക്ക് 3/4 മണിക്കൂർ. അതായത് ഈ ചൂടിൽ തീ കൂട്ടും. തീ കൂട്ടിയിട്ട് ഇതുവരെ ഈ ചൂടിലായിരുന്നു, ചെറിയ തീയിലായിരുന്നു. ഇനി നമ്മൾ തീ കൂട്ടി വെക്കാൻ പോണ്. ഈ തീയിൽ 3/4 മണിക്കൂർ കൊടുക്കും. ഈ തീയിൽ 3/4 മണിക്കൂർ വെക്കണം എന്ന് ഷെഫ് പറയുന്നുണ്ട്. കരിക്കട്ടെ. അങ്ങനെ ഓപ്പൺ ചെയ്യാൻ പോവുകയാണ്. അങ്ങനെ ഷെഫ് ഗഫൂർ ചുള്ളിപ്പാറയുടെ അതിമനോഹരമായ മന്തിയുടെ ചിക്കൻ പുകയൊക്കെ വരുന്നുണ്ട് കേട്ടോ. അത് ക്യാമറയിൽ എത്രത്തോളം കാണുന്നുണ്ട് അറിയില്ല. എന്താ വൈറ്റ് സൈഡിൽ കൂടി കൊണ്ട് പോകണം. വല്ലാതെ മതി. ഇപ്പോൾ ഈ ചിക്കന് എടുത്താണ്ട് മാറ്റി വെക്കും. സാറിന് എന്താ പറയാനും മടി? അഹങ്കാരം കൂടിയതാണോ? അഹങ്കാരം കൂടിയതാ. ചിക്കൻ നല്ല അടിപൊളിയായിട്ട് ചിക്കൻ വന്നു കേട്ടോ. ഒരു
ഉപ്പ് കുറവുണ്ടോ നോക്കണം. ചെറിയൊരിതില്ല അതിൽ കണ്ടിട്ടുണ്ടാവും. ഇതില്ല. റൈസ് എന്തെയാണെന്നൊക്കെ നോക്കിയാൽ റൈസ് ഒന്ന് നമ്മൾ ചിക്കന് നേരെ മന്തിയിലേക്ക് മാറ്റാൻ പോവാണ്. അപ്പോൾ ചിക്കനൊക്കെ നമ്മൾ വെച്ചു. ഇനി അടുത്തതാണ് ഇതിൻ്റെ ഫൈനൽ സീക്രട്ടായിട്ട് മന്തിയുടെ. അടുത്തതായിട്ട് കണൽ എന്താ കത്തിച്ചാണ്ട് ഒരു ബോളിലേക്ക് ഇടുന്നു. അത് നേരെ സെൻറ്ററിൽ വെക്കുന്നു. സെൻറ്ററിൽ തന്നെ വെക്കണം കേട്ടോ, പല സൈഡിലും കൊണ്ടേക്കരുത്. അതിലേക്ക് ഓയിൽ ഒഴിക്കാൻ പോകുന്നു. ഓയിൽ ഒഴിച്ച് പുക വേറിലും മൂടി കൊടുക്കണം. ആ സ്മെല്ല് പുറത്ത് സ്മോക്കിങ് പുറത്തു പോകാൻ പാടില്ല. ചായ എടുത്തിട്ട് അങ്ങനെ നമ്മൾ മന്തി റെഡി. മാഷാഅല്ലാ മാഷാഅല്ലാ. അങ്ങനെ മന്തി റെഡി മക്കളെ. ഷെഫ് കുളിച്ച് റെഡിയായി വന്ന്. അടിയിലൊന്നും പിടിച്ചിട്ടില്ല കണ്ടോ, അടിപൊളി. മാഷാഅല്ലാ യാ മോനെ 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 മോനെ